വളരെ പ്രതിഷേധാർഹമാണ്. കാരണം പി വി അൻവർ ഒരു ജനകീയ പ്രശ്നം ഇന്നലെയും കാട്ടാനെ ചവിട്ടി ഒരു ആദിവാസിയെ കൊലപ്പെടുത്തി. ആ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിന് ഒരു ജനപ്രതിനിധിയല്ലേ അർദ്ധരാത്രി വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുക, ഒരു ഭീകരവാദിയെ പോലെ. അതേതായാലും അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. അത് പിണറായി വിജയന്റെ പോലീസിന്റെ നയമാണ്. പി വി അൻവർ ചെയ്ത സമര രീതിയോട് ഞാൻ പ്രത്യേകിച്ച് പ്രതികരിക്കുന്നില്ല. കാരണം ഇന്നലെ ഒരു അവധി ദിവസമാണ്. അവിടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ പോയി അത് അടിച്ചു തകർത്തു. ഈ ഫോറസ്റ്റ് റേഞ്ചർ എന്നൊക്കെ പറയുന്നതല്ലല്ലോ ഇതിന് ഉത്തരവാദി. ആ ആക്രമണത്തെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തോട് പോലീസ് ചെയ്തത് അങ്ങേയറ്റത്തെ ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണ്. പണ്ട് സമൻസിന്റെ പേരിൽ അർദ്ധരാത്രി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതുപോലെ ഒരു ജനപ്രതിനിധിയോട് ഒരു ജനകീയ പ്രശ്നത്തിൽ അയാൾ സമരം ചെയ്യുമ്പോൾ സമര രീതി വേറെ കാര്യം. പക്ഷെ ഇതിന് ഇങ്ങനെ അറസ്റ്റ് ചെയ്തത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. അതല്ല, ഇപ്പോ പൊതുമുതൽ നശിപ്പിച്ചതിനെതിരായിട്ട് കേസെടുത്തു എന്നാ പറഞ്ഞത്. പൊതുമുതൽ നശിപ്പിച്ച ശിവൻകുട്ടി MLA ആയിരുന്നപ്പോൾ അദ്ദേഹം മന്ത്രിയായി. ആ കേസ് പിൻവലിക്കാനല്ലേ നോക്കുന്നത്. ഞങ്ങള് UDF-കാരോടും പ്രതിപക്ഷ നേതാക്കന്മാരോടും പിണറായിയുടെ പോലീസ് എടുക്കുന്ന സമീപനം, ഇപ്പോ അൻവർ അവരെ പാർട്ടിയിലായിരിക്കില്ല, അത് വേറെ കാര്യം. അതേ സമീപനമാണ് എടുത്തത്. രാഷ്ട്രീയ പ്രതികാരത്തോടു കൂടിയുള്ള അറസ്റ്റാണ്. അതെ, അത് പെരിയ കേസിലെ ഇപ്പൊ ജയരാജനും പോയി. പെരിയ കേസിലെ ഈ പ്രതികൾക്ക് വീരോചിതമായ സ്വീകരണമാണ് കൊടുക്കുന്നത്. ഇപ്പോ നേതാക്കൾ പറഞ്ഞതെന്നറിയാം, ഇപ്പൊ ഞങ്ങൾ അവരെ പുറത്തിറക്കുക എന്നുള്ളതാണ്. എല്ലാ സഹായവും നൽകി, നിയമസംരക്ഷണം നൽകി, ഖജനാവിൽ നിന്ന് 1 കോടി രൂപ ചെലവാക്കി അവരെ ശിക്ഷിക്കാതിരിക്കാൻ നോക്കിയ ആളുകളാണ്. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ കൊലക്കേസിലെ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് ജയിലിൽ നിന്ന് മോചിതരാകുമ്പോൾ സ്വീകരണം കൊടുക്കാം. അവർക്ക് പണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് താമ്രപത്രം കൊടുത്തതുപോലെ മാർക്സിസ്റ്റ് പാർട്ടി അവർക്കെല്ലാം വീരപത്രം കൊടുക്കുന്ന ഒരു കാലം നമ്മൾ കാത്തിരിക്കാം. ഈ പരിപാടി തന്നെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പരിപാടി തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിയില്ല. അല്ല, അതിനെ കുറിച്ചൊക്കെ ഇന്നലെ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. 1.5 കൊല്ലം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾ വേവലാതിപ്പെടേണ്ട. കോൺഗ്രസിന്റെ നയിക്കുന്നത് ആരായിരിക്കുമെന്ന് ഹൈക്കമാൻഡ്